ഓണവിശേഷങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്ര ഇതാ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിലെ തന്നെ പെൺകരുത്തുകളുടെ ഒരു കൂട്ടത്തിലേക്കാണ്. യെസ്, സെന്റ് ആന്റണി സ്കൂളിലെ സുന്ദരി കുട്ടികളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ആർപ്പോ സെന്റ് ആൻസിന് ഇത്രയും പവറേ ഉള്ളൂ. ഒന്നും കൂടെ ആർപ്പോ. എന്റെ അമ്മേ, അടിപൊളി പവറാട്ടോ. അപ്പൊ എന്തൊക്കെയുണ്ട് ഓണവിശേഷങ്ങൾ? ഇപ്പൊ ഓണം നാളെ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഓണാഘോഷങ്ങളുടെ ഒരു തിമിർപ്പിലാണ്. എങ്ങനെയുണ്ടായിരുന്നു ഓണാഘോഷമൊക്കെ? നന്നായിരുന്നു. കുറെ കളികളൊക്കെ കളിച്ചു, അത്തപ്പൂക്കളിട്ടു, സദ്യ ഉണ്ടു. അപ്പൊ സദ്യയൊക്കെ ഉണ്ട്, വയറൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകള്. ഈ ഓണക്കളികൾ എന്ന് പറഞ്ഞല്ലോ, ഓണക്കളികൾ എന്ന് പറയുമ്പോ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഓണക്കളികൾ ഏതൊക്കെയാണ്? ഊഞ്ഞാല്, പിന്നെ നാരങ്ങ സ്പൂൺ, വടംവലി, അത്തപ്പൂടുന്ന പിന്നെ മെയിൻ ആണ്. അപ്പൊ ഈ അത്തപ്പൂക്കളത്തെ കുറിച്ച് വന്നപ്പോ ഒരു ചോദ്യം. നമ്മൾ ഈ 10 ദിവസമാണല്ലോ അത്തപ്പൂക്കൾ ഇടുന്നത്. ഈ 10 ദിവസം നമ്മൾ 10 തരം പൂക്കൾ കൊണ്ട് അത്തപ്പൂ ഇടുന്നത്. അപ്പൊ ഈ 10 പൂക്കൾ ഏതൊക്കെയാണെന്ന് അറിയോ? ചെമ്പരത്തി, ഓക്കെ, ചെമ്പരത്തി, കൊങ്ങിണി, കൊന്നപ്പൂ. അപ്പൊ വിഷുവിനോ? പോരട്ടെ, അറിയാവോ 10 പൂക്കൾ? അത് അറിയാന്ന് പറഞ്ഞോ? ഒന്നും കിട്ടുന്നില്ല. നോക്കറിയോ? അറിയത്തില്ല. അറിയോ? കമോൺ, പോരട്ടെ. മന്ദാരം, കോളാമ്പി, എന്താണേലും മിടുക്കി, അടിപൊളി. അവൾ 5 പൂവിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏകദേശം കുറച്ച് ധാരണയുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്നു, ഓണമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ആയിട്ട് പോകുന്നത്. ശരിക്കും എന്താണ് ഈ ഓണം? ഫസ്റ്റ് തുടങ്ങി 10 ദിവസം അത്തപ്പൂ ഇട്ട്, തിരുവോണം ആകുമ്പോ വലിയ അത്തപ്പൂ ഇട്ട് സദ്യ കഴിക്കും, കാര്യങ്ങളൊക്കെയാണ് ഓണം. ഓക്കെ, ഈ ഓണത്തിൽ നമ്മൾ ഓർക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഉണ്ടല്ലോ, ആരാത്? മാവേലി. അപ്പൊ മാവേലിയുടെ കഥ ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരുമോ? പണ്ട് നമ്മുടെ കേരളത്തിലെ ഐശ്വര്യവും സമൃദ്ധി എപ്പോഴും നിലനിൽക്കുകയായിരുന്നു. അപ്പം മാവേലി നല്ലൊരു രാജാവായിരുന്നു. മാവേലി ഭരിക്കുമ്പോൾ എല്ലാ പ്രജകൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഒരു ദിവസം മാവേലിയുടെ അടുത്ത് മഹാവിഷ്ണു വാമനനായിട്ട് അവതരിച്ച് ചെന്നു. എന്നിട്ട് വാമനൻ പറഞ്ഞു, എനിക്ക് 3 കാല് വെച്ചിട്ട് അളക്കാവുന്ന ഭൂമി വേണമെന്ന് പറഞ്ഞു. അപ്പം മാവേലി പറഞ്ഞു, ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് മാവേലി ഭയങ്കര ദാനശീലനായിരുന്നു. അപ്പോൾ ഉറപ്പ് കൊടുത്തു തരാമെന്ന്. അപ്പം വാമനൻ ഭയങ്കരമായിട്ട് വലുതാവാൻ തുടങ്ങി. എന്നിട്ട് 1 കാല് വെച്ചിട്ട് പാതാളം, വേറെ കാല് വെച്ചിട്ട് സ്വർഗ്ഗം അളന്നെടുത്തു. അത് കഴിഞ്ഞിട്ട് ചോദിച്ചു, ഇനി ഞാൻ എവിടെ ചവിട്ടുമെന്ന് ചോദിച്ചു. അപ്പം മാവേലി പറഞ്ഞു, എൻ്റെ തലയിൽ ചവിട്ടി എന്നെ പാതാളത്തിലോട്ട് ചവിട്ടി താഴ്ത്തിക്കോളാം. അന്നേരം വാമനൻ ചവിട്ടി താഴ്ത്തി. അപ്പോൾ മാവേലി പറഞ്ഞു, എനിക്ക് വർഷത്തിലൊരിക്കൽ എൻ്റെ പ്രജകളെ കാണാൻ വരണം, അതാണ് ചിങ്ങത്തിലെ തിരുവോണം. അടിപൊളി, ഒരു കൈയ്യടി കൊടുത്തേ. സൂപ്പർ. എന്താണേലും അടിപൊളിയായിട്ട് നമ്മുടെ ഓണവിശേഷങ്ങളൊക്കെ നമ്മുടെ സുന്ദരിക്കുട്ടി നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഓണത്തെക്കുറിച്ചുള്ള കറക്റ്റായിട്ടൊരു ഐഡിയ ഒക്കെ ഉണ്ട്. പിന്നെ ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചില പഴഞ്ചൊല്ലുകളൊക്കെ പറയുമല്ലോ. അങ്ങനെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും പഴഞ്ചൊല്ലുകളൊക്കെ ഓർമ്മയുണ്ടോ? അത്തം വിറ്റോണം ഉണ്ണണം. അത്തം വിറ്റോ? സോറി, പറയൂ, ബാക്കി പറ. കറക്റ്റ് പറഞ്ഞിട്ട് പോയാൽ മതി. വേറെ പറ. അത്തം പത്തും തിരുവോണം. അത്തം 10 തിരുവോണം. വേറെ ആർക്കേലും അറിയോ? ഏതെങ്കിലും ഒരു അറിയോ? പറഞ്ഞോളൂ. എന്റെയൊക്കെ ഒരു പ്രതീക്ഷ ഇവിടെയാണ്. ഓണം വെളുത്ത്, അങ്ങനെ എന്തോ ഇല്ലേ? ഒരെണ്ണം. ഓക്കെ, ഒരെണ്ണം കൂടി പറയാം. ആലോചിച്ചോളൂ. പറട്ടെ. ഉള്ളത് കൊണ്ട് ഓണം പോലെ. അപ്പൊ എന്താണെങ്കിലും ഓണത്തെ കുറിച്ചുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ സുന്ദരി കുട്ടികൾക്ക് അറിയാം. അപ്പൊ എന്താണെങ്കിലും ഓണം നാളിങ്ങനെ അടുത്തെത്തി. നമ്മൾ ആഘോഷങ്ങളുടെ ഒരു തുടക്കമാണ്. അതുപോലെ തന്നെയാണ് ഓണപരീക്ഷ ഇങ്ങനെ അടുത്തെത്തിയല്ലോ. ഇപ്പൊ പരീക്ഷ ഒരുക്കങ്ങൾ, സ്കൂളിലെ കാര്യങ്ങൾ, സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുമോ? 2-ാം തീയതി റിലീജിയൻ മോറലിൻ്റെ എക്സാം, പിന്നെ 4-ാം തീയതി തൊട്ട് 12-ാം തീയതി വരെ മൊത്തം എക്സാംസ് ആണ്. അപ്പൊ ഈ എക്സാമുകളുടെ ഒക്കെ ഒരു ബഹളമാണ്. അപ്പൊ എന്താണെങ്കിലും ഈ ആഘോഷത്തിന്റെ ഒരു മൂഡ് നമുക്ക് കളയണം. നമുക്കൊരു 4 വരി പാട്ട് നമ്മുടെ പ്രഷർക്ക് വേണ്ടി പാടാം അല്ലേ? ഓണപ്പാട്ട് റെഡി അല്ലേ? പിന്നെ മൈക്ക് പിടിച്ചോ. ആരാണ് മെയിൻ ഗായിക? അതെ, മൈക്ക് പിടിച്ചോ. അപ്പൊ നമുക്ക് തുടങ്ങാം. 1, 2, 3 സ്റ്റാർട്ട്. പാട്ടുമൂളണ പൂത്തുമ്പി, കർക്കിടക കരിമുകിൽ മാഞ്ഞു പൊൻചിങ്ങം വരവാൾ. ഓണപ്പൂവിളി പാട്ടുമൂളണ പൂത്തുമ്പി,
കർക്കിടക കരിമുകിൽ മാഞ്ഞു പൊൻചിങ്ങം വരവായി. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി നിറപൊലി നിറപൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി നിറപൊലി നിറപൊലി പൊന്നോണ പൂവിളി നാടുണരും പൂവിളി പൊന്നോണ പൂവിളി നാടുണരും പൂവിളി ഓണപ്പൂവിളി പാട്ടുമൂളണ പൂത്തുമ്പി കർക്കിടക കരിമുകിൽ മാഞ്ഞു പൊൻചിങ്ങം വരവായി. അപ്പോൾ അടിപൊളി പാട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാട്ടിൽ പറഞ്ഞതുപോലെ ഒരു ഐശ്വര്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ ഒക്കെ ഓണം നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് ആശംസിച്ചാലോ നമുക്ക് ഒരുമിച്ച്? അപ്പോൾ സെൻറ്റ് ആൻസിലെ മിടുക്കി കുട്ടികളുടെയും മീഡിയ വില്ലേജ് ടെലിവിഷൻ്റെയും വക എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹാപ്പി ഓണം.